അമൂല്യമായ പുരാവസ്തുക്കളൊക്കെ കണ്ടെത്തിയതിന്റെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ കപ്പൽ തകർച്ചയുടെ ശേഷിപ്പുകളും ഉൾപ്പെടും. കണ്ടെത്തിയ കപ്പൽ തകർച്ചകളിൽ വളരെ പ്രശസ്തമാണ് 2008 കണ്ടെത്തിയ ഒരു പോർച്ചുഗീസ് കപ്പൽ. തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയിലാണ് ഇത് കണ്ടെത്തിയത്. ഇവിടെ വജ്രഖനനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെയാണ് കപ്പൽ കണ്ടെത്തിയത്. 1533 മാർച്ച് 7 പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതാണ് ഈ കപ്പൽ. ഇതിന്റെ തകർച്ചയിൽ നിന്ന് 2000-ഓളം സ്വർണ്ണ നാണയങ്ങളും ചെമ്പുകട്ടകളുമൊക്കെ കണ്ടെത്തിയിരുന്നു. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്ന് കരുതപ്പെടുന്ന നമീബ് മരുഭൂമിയുടെ പഴക്കം 5.5 കോടി വർഷം വരും. ഇവിടെ കപ്പലപകടങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നമീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും ഊഷ്മളമായ മേഖലയിലൊന്നാണ് ഇത്. 3 രാജ്യങ്ങളിലായി 81,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തദ്ദേശീയമായ നാമ ഭാഷയിൽ നമീബ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുമില്ല എന്നതാണ്. വേനൽക്കാലത്ത് 45 ഡിഗ്രി വരെ ചൂടുയരുന്ന ഇവിടെ രാത്രിയിൽ വെള്ളം ഐസാകുന്ന തണുപ്പ് ഉടലെടുക്കും. ജീവയോഗ്യമല്ലാത്ത കടുത്ത സാഹചര്യങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഓറിക്സ്, സ്പ്രിംഗ്ബോക്ക്, ചീറ്റ, കഴുതപ്പുലി, സീബ്ര, ഒട്ടകപ്പക്ഷികൾ തുടങ്ങിയ ജീവജാലങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. നമീബ് മരുഭൂമിയുടെ 500 കിലോമീറ്ററോളം തീരഭാഗം സ്കെലറ്റൻ കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്രാവുകളുടെ ധാരാളം അസ്ഥികൂടങ്ങളും ആയിരക്കണക്കിന് തകർന്ന കപ്പലുകളും കാണാം. കടുത്ത മഞ്ഞ് പ്രദേശത്ത് ഉടലെടുക്കുന്നതിനാലാണ് ഇവിടെ കപ്പലപകടത്തിന് കാരണമാകുന്നത്. ചൊവ്വാഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിയാണ് നമീബ് മരുഭൂമിയിൽ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാട്. എന്നാൽ ഇതിനിടയിലും കൗതുകകരവും ദുരൂഹവുമായ ഒരു കാര്യം മരുഭൂമിയിൽ കാണാം. വൃത്താകൃതിയിലുള്ള ചില വിചിത്ര ഘടനകളാണ് ഇത്. ഇവയിൽ വട്ടം ചുറ്റി പുല്ല് വളർന്നു നിൽക്കുന്നതും കാണാം. ഫെയറെ റിംഗ്സ് എന്നറിയപ്പെടുന്ന ഈ ഘടനകൾ തദ്ദേശീയരായ ഹിംബ സമൂഹത്തിന്റെ വിശ്വാസപ്രകാരം അവരുടെ ദൈവമായ മുകുരുവിന്റെ കാലടികളാണ്. ചിലരിത് അന്യഗ്രഹ ജീവികളുടെ പണിയാണെന്നും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും വ്യക്തമായ ഒരു ഉത്തരവും ഈ ഘടനയെക്കുറിച്ചും ലഭിച്ചിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.